കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സങ്കേതമായി കുമരകം അറിയപ്പെടുന്നു. കോട്ടയം നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ ദൂരെയാണ് കുമരകം സ്ഥിതി ചെയ്യുന്നത്. ബാക്ക് വാട്ടർ ടൂറിസം കൊണ്ട് കുമരകം ഇന്ത്യ മുഴുവൻ പേരെടുത്തു കഴിഞ്ഞു. ധാരാളം വിദേശികളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. വേമ്പനാട്ട് കായലിൻ്റെ ബാക്ക്ഡ്രോപ്പിലുള്ള കുമരകം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം കാണുവാനുള്ള അവസരവും ഉണ്ടാക്കിത്തരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച 52 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ കുമരകവും ഉൾപ്പെടുത്തിയത് കേരള ടൂറിസത്തിന് വമ്പിച്ച വളർച്ചയുണ്ടാക്കി. ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടായതിനു ശേഷം കേരളത്തിലേക്ക് വരികയുണ്ടായി. വ്യത്യസ്തമായ വന്യജീവികളും പക്ഷികളും മത്സ്യങ്ങളും സസ്യജാലങ്ങളും ഇവിടെ കാണുവാൻ പറ്റും. കുമരകത്തെ ഏറ്റവും വലിയ ആകർഷണീയത ഇവിടെയുള്ള പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. 14 ഏക്കർ പരന്നു കിടക്കുന്ന ഒരു വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ധാരാളം ദേശാടന പക്ഷികൾ ഇവിടെ എത്താറുണ്ട്. അതുപോലെ കരിമീനും ചെമ്മീനും കക്കയും ഇവിടെ ധാരാളമായി ലഭിക്കുന്നുമുണ്ട്. കൂടുതലും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടാണ് കുമരകത്തുള്ള ആളുകൾ ജീവിക്കുന്നത്. അതുപോലെ ധാരാളം കൃഷിയുമുണ്ട്. ചതുപ്പ് നിലങ്ങളും പാടശേഖരങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും അടുത്തടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കുമരകം. ധാരാളം നേന്ത്രവാഴ കൃഷിയും മാവിൻ തോട്ടങ്ങളും പിലാവുകളും പുളിയും പേരക്കായും പൈനാപ്പിൾ മരങ്ങളും ഇവിടെ വളരുന്നു. അതുപോലെ കൊക്കോ, കോഫി എന്നിവയും നന്നായി വളരുന്നുണ്ട്. കൂടുതലായും മീനച്ചിൽ നദിയുടെയും കനാലുകളുടെയും ജലമാണ് ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പല കനാലുകളിലും ചെമ്പരത്തിപ്പൂക്കൾ തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് നല്ല ഫോട്ടോജനിക്കായി മാറിയിട്ടുണ്ട്. കുമരകം പ്രദേശത്ത് കൂടുതലായും ഹിന്ദു ക്ഷേത്രങ്ങൾ കാണുവാൻ പറ്റുന്നു. 70% ഹിന്ദുക്കളാണ് ഇവിടെ താമസിക്കുന്നത്. ശ്രീനാരായണ ട്രസ്റ്റിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് കൂടുതലായി ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ധാരാളം ക്രിസ്ത്യൻ ചർച്ചുകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ എണ്ണത്തിൽ മുസ്ലിങ്ങളും ഇവിടെയുണ്ട്. പള്ളികളിലും അമ്പലങ്ങളിലും നടക്കുന്ന ആഘോഷങ്ങൾ എല്ലാ മതക്കാരും ഒരുമിച്ച് ആഘോഷിക്കുന്നത് കുമരകത്തെ ഒരു പ്രത്യേകതയാണ്. നല്ല മതസൗഹാർദ്ദമുള്ള ഒരു പ്രദേശമായി കുമരകം അറിയപ്പെടുന്നു. കായലിൽ സവാരി നടത്തുവാൻ ഏറ്റവും ചെലവ് ചുരുങ്ങിയ മാർഗം ഗവൺമെൻറ് ബോട്ടുകളിൽ പോകുന്നതാണ്. 20 രൂപ കൊടുത്താൽ കുമരകം ബോട്ട് ജെട്ടിയിൽ നിന്ന് മൊഹമ്മ ഗ്രാമം വരെ പോയി വരുവാൻ പറ്റും. ഓരോ മണിക്കൂറിലും ബോട്ട് സർവീസ് ഉണ്ട്. മൊഹമ്മയിലേക്ക് മാത്രമാണ് ഇവിടെ നിന്ന് ബോട്ട് സർവീസ് നടത്തുന്നത്. പ്രൈവറ്റ് ബോട്ടുകൾ വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ 1500 രൂപ കൊടുക്കേണ്ടി വരും. കുമരകത്തെ പക്ഷി നിരീക്ഷണ കേന്ദ്രം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്നു. ടൂറിസ്റ്റുകളെ തോണിയിൽ കയറ്റി പക്ഷികളെ കാണിച്ചു കൊടുക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. അതുപോലെ അരുവിക്കുഴി വാട്ടർഫാൾസും ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു. കുമരകം ബീച്ചിലെ ബേ ഐലൻഡ് ഡ്രിഫ്റ്റ് മ്യൂസിയം ചരിത്രാന്വേഷികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അട്രാക്ഷനാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി സൗഹാർദ്ദമുള്ള ടൂറിസമാണ് കുമരകത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി റെസ്പോൺസിബിൾ ടൂറിസം നടപ്പാക്കിയത് കുമരകം പ്രദേശമാണ്. ഈ മോഡൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയും കുമരകം ടൂറിസം പ്രൊജക്ടിന് ധാരാളം അവാർഡുകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കുമരകത്തെ ഏറ്റവും മികച്ച ഹോട്ടൽ വിവാന്ത ബൈ താജ് ആണ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു ബംഗ്ലാവിലാണ് ഈ ഹോട്ടൽ സ്ഥാപിച്ചിട്ടുള്ളത്. വളരെ ചെലവേറിയ ഒരു ടൂറിസ്റ്റ് ഹോമാണ് വിവാന്ത ബൈ താജ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ കുമരകം ഗ്രാമത്തിന് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്തു. ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായതും ഈ നോവൽ പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ്. ഈ നോവലിൽ പരാമർശിക്കുന്ന ഹിസ്റ്ററി ഹൗസ് താജ് ഹോട്ടലിൻ്റെ ഓർമ്മകൾ ഉണർത്താം. അരുന്ധതി റോയ് കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന ഐമനം ഹൗസ് ഇവിടെ അടുത്താണ്. മീനച്ചിൽ പുഴയിൽ കൂടി തോണിയിൽ യാത്ര ചെയ്താൽ അവിടെ എത്തിച്ചേരാൻ പറ്റും. കുമരകം ഒരു സ്പെഷ്യൽ ടൂറിസം സോണായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് വമ്പിച്ച നിയന്ത്രണങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ അവാർഡ് കുമരകം ടൂറിസ്റ്റ് പ്രൊജക്ടിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അനേകം ദേശീയ അവാർഡുകളും കുമരകം പ്രൊജക്ടിന് ലഭിച്ചിട്ടുണ്ട്. 15 ചതുരശ്ര കിലോമീറ്ററോളം പാടശേഖരങ്ങളാണ് ഇവിടെയുള്ളത്. വെള്ളം കയറാതിരിക്കാനായി ബണ്ടുകളും ചിറകളും കെട്ടിയിരിക്കുന്നു. തണ്ണീർമുക്കം ബണ്ട് അതിലൊന്നാണ്. ഇവിടെയുള്ള ഗ്രാമങ്ങൾ ചെറിയ തോടുകൾ കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായി ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ടൂറിസം പരിസ്ഥിതിക്ക് വമ്പിച്ച ദോഷം ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് കൃഷിശേഖരങ്ങൾ കുളവാഴ കൊണ്ടും ആഫ്രിക്കൻ പായൽ കൊണ്ടും നിറയാറുണ്ട്. ഇവയെ നീക്കം ചെയ്യുകയാണ് കർഷകരുടെ ആദ്യത്തെ ചാലഞ്ച്.
പാടശേഖരങ്ങളിൽ വെള്ളം നിറയുമ്പോൾ മോട്ടോർ ഉപയോഗിച്ച് അത് പമ്പ് ചെയ്ത് കളയുക മറ്റൊരു ചാലഞ്ചാണ്. ഇക്കാര്യത്തിൽ സർക്കാർ സഹായം കൃഷിക്കാർക്ക് ലഭിക്കുന്നുണ്ട്. കുമരകത്ത് ധാരാളം ലക്ഷറി റിസോർട്ടുകൾ ഉയർന്നു വന്നു കഴിഞ്ഞു. തറവാട് ഹെറിറ്റേജ് ഹോം അറിയപ്പെടുന്ന ഒരു റിസോർട്ടാണ്. അതുപോലെ നിരാമയ റിട്രീറ്റ് ബാക്ക് വാട്ടേഴ്സും ഇവിടെയുണ്ട്. കുമരകം ലേക്ക് റിസോർട്ടിൽ ഒരു ദിവസത്തേക്ക് 39,000 രൂപ ചാർജ് ചെയ്യുന്നു. ഇല്ലിക്കളം ലേക്ക് സൈഡ് കോട്ടേജുകളും ഇവിടെയുണ്ട്. കൊക്കോബേ റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന ഒരു ലക്ഷറി റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ വാട്ടർ ലില്ലി കുമരകവും അറിയപ്പെടുന്ന ഒരു റിസോർട്ടാണ്. റീന ഗ്രീൻഫീൽഡ്സ് ദിവസം 1000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. പിയർ സ്പോട്ട് ഹോട്ടൽ 2000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അടുക്കള റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന ഒരു ലക്ഷറി റെസ്റ്റോറൻ്റ് ആണ്. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ലോഡ്ജുകളും ഇവിടെയുണ്ട്. ശ്രീ മുരുക ടൂറിസ്റ്റ് ഹോം 400 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. കുമരകം ജെട്ടിയിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആര്യദുർഗ ഭവൻ പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നു. കുമരകം പ്രദേശത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ kumaragam.tourism.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ഇതൊരു സർക്കാർ വെബ്സൈറ്റാണ്. കുമരകം പ്രദേശം കറങ്ങുവാൻ ടാക്സി സർവീസുകൾ ലഭ്യമാണ്. കുമരകം ടാക്സി ഡ്രൈവേഴ്സ് സൊസൈറ്റി ടൂറിസ്റ്റുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കുമരകത്തെ ശ്രീനാരായണ ഹൈസ്കൂൾ ബോട്ട്ചെട്ടിയുടെ മുമ്പിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ശ്രീനാരായണ അമ്പലവുമുണ്ട്. കുമരകം ഗ്രാമത്തിലെ ജീവിതശൈലി കായലുകളും തോടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും തോട് വഴി യാത്ര ചെയ്യുന്നത് കുമരകത്തെ ജീവിതശൈലിയുടെ ഭാഗമാണ്. സ്കൂൾ കുട്ടികളായാലും പച്ചക്കറി വിൽക്കുന്നവരായാലും തോടുകളെ ആശ്രയിക്കുന്നു. ഗവൺമെൻറ് ബോട്ടുകൾ ചുരുങ്ങിയ ചെലവിൽ സർവീസ് നടത്തുന്നതുകൊണ്ട് ഗ്രാമീണർക്ക് അതൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. മോട്ടോർ വാഹനങ്ങളെക്കാൾ പൊല്യൂഷൻ കുറഞ്ഞ ജലഗതാഗത രീതി ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കുമരകത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പ്രദേശത്തെ ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്ന വിദ്യാലയമാണ്. ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അറിയപ്പെടുന്ന ഒരു സർക്കാർ വിദ്യാലയമാണ്. അതുപോലെ വിക്ടർ കോളേജും ഇവിടെയുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ശ്രീനാരായണ കോളേജ് അറിയപ്പെടുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ചരിത്ര പ്രാധാന്യമുള്ള മനോഹരമായ പല കെട്ടിടങ്ങളും കുമരകത്ത് കാണാൻ പറ്റും. ബെച്ചൂർ പോലീസ് സ്റ്റേഷൻ ഔട്ട് പോസ്റ്റ് ഇത്തരത്തിൽ ഭംഗിയുള്ള ഒരു കെട്ടിടമാണ്. പോലീസ് ഔട്ട് പോസ്റ്റിൻ്റെ എതിർഭാഗത്ത് കുടവച്ചൂർ ശ്രീനാരായണ ക്ഷേത്രവും കാണുവാൻ പറ്റും. അതുപോലെ ശ്രീനാരായണ ശരവണ ഭവൻ ക്ഷേത്രം അറിയപ്പെടുന്ന ഒരു ആരാധനാലയമാണ്. അതുപോലെ ശാസ്താംകുളത്ത് ദേവീക്ഷേത്രവുമുണ്ട്. സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ്. പുഴയിൽ ശ്രീ ദുർഗാ ദേവീക്ഷേത്രവും പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞു.